എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടകം സ്പെഷ്യൽ എള്ളു ലേഹ്യമാണ്. ഈ ഒരു മാസത്തിൽ തീർച്ചയായിട്ടും കഴിക്കേണ്ടതായ ഈ ഒരു ലേഹ്യം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരാൾക്ക് ഒരു മാസത്തേക്ക് കഴിക്കാനായിട്ട് 1/4 കിലോ അളവിൽ എള്ള് കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളം എല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനി എള്ളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന്റെ കൂടെ തന്നെ ബദാമും ക്യാഷ്യൂസും തേങ്ങയും കൂടെ ചേർത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓരോന്നായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ആദ്യമേ നമുക്ക് എള്ളൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. എള്ള് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വീണ്ടും അതേ പാനിലേക്ക് ക്യാഷ്യൂസും ബദാമും ചേർക്കാം. കൂടെ തന്നെ നല്ലൊരു സ്വാദിനായിട്ട് ഏലക്കയും നല്ല ജീരകവും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഇതിലേക്ക് ഒരു കഷ്ണം ചുക്കും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ബദാമും ക്യാഷ്യൂസൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയാൽ അതേ പാനിലേക്ക് നാളികേരവും കൂടെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. നാളികേരവും ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ കരിപ്പട്ടി കൂടെ ഒന്ന് ഉരുക്കിയെടുക്കേണ്ടതാണ്. കരിപ്പട്ടി ഉരുക്കിയെടുക്കാനായിട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടതും. ഇനി അടിയിലൊന്നും പിടിക്കാതെ നല്ലോണം ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കരിപ്പട്ടി ഉരുക്കിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് അരിച്ചുകൂടെ മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ചേരുവകൾ ഒന്ന് പൊടിച്ചു വെക്കണം. ഇനി ഉരുക്കിയെടുത്തിട്ടുള്ള ചക്കരപ്പാനി ഒരു ചുവട് കട്ടിയുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിന്റെ കൂടെ ആവശ്യമായ നെയ്യും കൂടി ചേർക്കണം. അതിനുശേഷം പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള എള്ള് ലേഹ്യം ഇവിടെ റെഡിയാണ്. ഇവയെല്ലാം നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് ഒരു നുളുപ്പും കൂടി ചേർത്ത് കട്ടിയാകുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ കർക്കിടക മാസത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ എള്ള് ലേഹ്യം ഇവിടെ റെഡിയാണ്. ഇപ്പോൾ രാവിലെയും രാത്രിയും ഓരോന്നു വീതം കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരാരോഗ്യം നിലനിർത്താൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.